ഇതൊന്ന് ഉരുട്ടിയിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം. കുനുകുനി ചെറുകുറു നിരകൾ ചുവടിടും കവിളുകളിൽ നനുനനി നഖപടമെഴുതും സുമശര വിരലുകളിൽ. അക്കോസേട്ടൻ്റെയും അച്യുതി ചേച്ചിയുടെയും പാട്ട് സീന് മൊത്തം എടുത്ത അമ്പലം ഇതാണ് കേട്ടോ. മങ്കി ടെമ്പിൾ എന്നും അറിയപ്പെടുന്നത്. കാഠ്മണ്ഡുവിൻ്റെ ഏത് പ്രദേശങ്ങളിൽ പോയാലും കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ പ്രെയർ വീൽസ്. ഇവിടുത്തെ പ്രധാന ക്ഷേത്രത്തിന് ചുറ്റും ഈ പ്രെയർ വീൽസ് ഉണ്ട് കേട്ടോ. ആദ്യം തൊട്ട് അവസാനം വരെ അതിങ്ങനെ കറക്കി വരണം എന്നാണ്. ഇവിടുത്തെ എല്ലാ അമ്പലങ്ങളും കൊണ്ടുവച്ചിരിക്കുന്നത് വലിയൊരു കുന്നിൻ്റെ പുറത്താണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാഠ്മണ്ഡുവിൻ്റെ മൊത്തം പ്രദേശങ്ങൾ കാണാം. അതുപോലെ കാഠ്മണ്ഡുവിൻ്റെ മൊത്തം വെയിലും കൊള്ളാം. എനിക്കൊക്കെ പ്രാർത്ഥിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്, എന്നാലും കക്ഷി എന്താണോ ഈ ഉരുട്ടി പ്രാർത്ഥിക്കുന്നത്. കുറേ മണിയൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ സമാധാനപൂർണ്ണമായി ഇരിക്കാൻ പറ്റണ ബുദ്ധൻ്റെ വേറൊരു സ്ഥലമുണ്ട്. സ്ഥലമല്ല, ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. പക്ഷെ അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊക്കെ നിഷേധിച്ചത് കൊണ്ടിട്ട് ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി. ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത സ്ഥലം എനിക്കും വേണ്ട. ഇവിടെ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു ഇത്. ഞാൻ വിചാരിച്ച എന്തോ പാത്രമാണെന്നാണ്, പക്ഷേ ഇത് മെഡിറ്റേഷനൊക്കെ ഉപയോഗിക്കുന്ന സിംഗിങ് ബൗളാണ്. ഇത് ഭയങ്കര കുറച്ച് നേരം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും ഞാനത് പഠിച്ച് ഞാനൊരെണ്ണം മേടിച്ചു. അടിവാരത്തെത്തുമ്പോൾ ഇത്രയും വലിയ ഭീമാകാരനായ ഒരു പ്രെയർ വീൽ കൂടി ഉണ്ട്. എന്തായാലും ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് ഇത് ഉരുട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു നേരെ അടുത്ത സ്ഥലത്തേക്ക് വിട്ടു.